കോവിഡിനെ തുടർന്ന് ദേവാലയങ്ങളിലെ ബലിയർപ്പണങ്ങളിൽ പങ്കെടുക്കാനാകാത്ത മുതിർന്നവരുടെ വേദനകൾ വിശ്വാസ സമൂഹങ്ങളുടെ നൊമ്പരമാകുന്നു. പലപ്പോഴും മനസ്സിന് വഴങ്ങാത്തതും ദിവ്യകാരുണ്യം സ്വീകരിക്കാനാകാത്തതുമായ ടെലിവിഷനും സമൂഹ മാധ്യമങ്ങളെയും ആശ്രയിക്കുകയാണ് വലിയൊരു വിഭാഗം. ഞങ്ങളുടെ ജീവൻ കിടക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. അത് കിട്ടാണ്ടായപ്പോൾ തന്നെ ഭയങ്കര പ്രയാസമാണ്. ഇവിടെ ടി വിയിൽ ചാനലുകളൊക്കെ മാറി മാറി വെച്ച് ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്, ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ട്. ഷക്കീന ടി വി യൂട്യൂബിലൊക്കെ എടുത്ത് കാണുന്നുണ്ട്. ഞങ്ങളെല്ലാത്തിലും സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാന ജീവൻ്റെ ജീവനല്ലേ, അത് കിട്ടാത്തതിൻ്റെ ഭയങ്കര പ്രയാസമുണ്ട്. ഇതൊരകപ്പെട്ട വേദനയല്ല. 65 വയസ്സ് കഴിഞ്ഞ് വീടുകളിൽ വിശ്രമത്തിൽ കഴിയുന്ന വിശ്വാസ തീഷ്ണതയുള്ള വലിയൊരു വിഭാഗത്തിന്റെ വേദനയാണിത്. വർഷങ്ങളായി ദിവസവും ദേവാലയത്തിലെത്തി ദിവ്യകാരുണ്യം സ്വീകരിച്ചു വന്നിരുന്നവർക്ക് ഒരു സുപ്രഭാതത്തിൽ ദേവാലയങ്ങൾ അന്യമായി മാറുകയായിരുന്നു. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ദിവ്യബലി അർപ്പണം അസാധ്യമായ സാഹചര്യത്തിൽ പ്രായമായവർ ബൈബിൾ വായനയിലും ജപമാല പ്രാർത്ഥനയിലേക്കും ഒതുങ്ങുകയാണ്. അനുദിനം ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുത്തിരുന്ന ഇവർ പള്ളിയിൽ പോകാൻ സാധിക്കാത്തതിന്റെ ദുഃഖത്തിലും നിരാശയിലുമാണ്. ടെലിവിഷനിലൂടെയും സമൂഹമാധ്യമങ്ങളിലൂടെയും ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഇവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കാത്തതിന്റെ സങ്കടവും അവർ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. പള്ളിയിൽ പോകാൻ വിഷമം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. ഞങ്ങളൊരു 5:30 ഇവിടെ കുർബാന പള്ളിയിൽ 6 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തും. 2 പേരും കൂടി വണ്ടിമേലെ പോവുക. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് തിരിച്ചു പോരും. അപ്പോൾ വിശുദ്ധ കുർബാന ആയിക്കൊള്ളുക, കുർബാന കാണുക എന്നുള്ളതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ആ ഒരു വിഷമം മനസ്സിലുണ്ട്. നമ്മളിങ്ങനെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളും ഇവരൊക്കെ വരും. ഈ 4.5 മാസക്കാലം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെയും തുടർന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെയും വളരെയേറെ ദുഃഖത്തിലും പ്രയാസത്തിലും സങ്കടത്തിലാണ് ഞങ്ങൾ. 7:30 കുർബാനയ്ക്ക് പോവുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന ആ സൗകര്യം സന്തോഷപൂർവ്വം അനുഭവിച്ചിരുന്ന ആളാണ്. ഈ കോവിഡ് വന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിരാശനാണ്. ഒഴിവു സമയങ്ങളിൽ നവമാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വാട്സപ്പ് പ്രയർ ഗ്രൂപ്പുകളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ശരിക്കും വേൾഡ് മുഴുവനുണ്ട്. അതിൽ പ്രവർത്തകർ ഒരു 1600ഓളം ആളുകളുണ്ട്. ഒരു 14 ഗ്രൂപ്പായിട്ട്. അപ്പം ഞങ്ങൾ അതിൽ പ്രാർത്ഥിക്കും. വീട്ടിലിരുന്നിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ നിയോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞങ്ങളറിയാത്ത വ്യക്തികളാണ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നിയോഗമായിട്ട് കണക്കാക്കി ഞങ്ങൾ അതിന് വേണ്ടി ഇരിക്കുകയാണ്. ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആനന്ദവും സന്തോഷവും ദൈവത്തോടായിരിക്കുക എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാർച്ച് 20 തൊട്ട് അത് ഞങ്ങൾക്ക് സാധിക്കാത്തതിൽ വലിയ വിഷമമുണ്ട്. ഞങ്ങൾ ദേവാലയത്തിൽ പോവുകയും മറ്റുള്ളവരായി പങ്കുവയ്ക്കും സ്നേഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് വളരെയധികം സന്തോഷം ജീവിതത്തിലുണ്ട്. വാർദ്ധക്യത്തിലെ ഇവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കുന്നതും വിശുദ്ധ കുർബാന സ്വീകരണവും. ഇപ്പോൾ അതുപോലും സാധ്യമല്ലാതായിരിക്കുകയാണ്. ആ സങ്കടമാണ് ഇവർ നമ്മോട് ഇപ്പോൾ പങ്കുവച്ചത്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് പാലാത്ര, ഷെക്കേന ന്യൂസ്.